നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ പോവാണ്. നമ്മൾ ഔട്ട്ഡോറിൽ നിന്നാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാം. ഫ്രഞ്ച് ഫ്രൈസിൻ്റെ പാക്കറ്റ് അപ്പോൾ ഞാൻ ഓൾറെഡി പൊളിച്ചു പോയി. നമുക്കത് ഉണ്ടാക്കി നോക്കാം. സൺഫ്ലവർ ഓയിൽ. ഐസ് കൊളസ്ട്രോൾ വരും, അതുകൊണ്ട് നമുക്ക് കുറച്ച് യൂസ് ചെയ്താൽ മതി. കുറേ ഉണ്ട്, എന്നാലും കുറച്ച് പെണ്ണ വീണ്. അത് നമ്മൾ സ്പാറ്റുല പോലത്തെ സാധനം കൊണ്ടാണ് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്നത്. എനിക്കറിയാം ഇതിനെ കൊണ്ടെല്ലാം ഉണ്ടാക്കുന്നത്. പക്ഷേങ്കിൽ ഇത് നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ട് തൽക്കാലം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ കൊണ്ട് ഉണ്ടാക്കുന്നത്. നിങ്ങളൊരു അഭിപ്രായത്തിൽ ബ്രൗൺ ആയോ? ഇതായി ബ്രൗൺ ആകുന്നേ ഉള്ളൂ. എടാ അവസാനം ഫുള്ള് കരിഞ്ഞിട്ടായിരിക്കും ഇട്ടിട്ട്. അല്ല മോളെ, ഇത് തണുത്തോണ്ടാണ് എനിക്ക് മനസ്സിലാത്തത്. നീ ഇതിനു മുമ്പ് ഈ സാധനം ഉണ്ടാക്കിയില്ല? ഞാൻ കണ്ടിന്. ഞാൻ അത്ര തിന്നിന്. ഞാനും തിന്നിന്, ഉണ്ടാക്കിയില്ല. ഉണ്ടാക്കി തിന്നിട്ടുണ്ടോന്ന് ചോദിച്ചു. ഗൈസ് ഇതായോന്ന് അറിഞ്ഞൂടാ. മിണ്ടല്ല. എടാ അപ്പഴത്തേക്ക് അത് കരിഞ്ഞുകൊണ്ട് നോക്കണേ. ഇതായി ഗൈസ്, ഇതായി. ഞാനിത് എടുക്കാൻ പോകുന്നു. ഈ പൊട്ടന്മാർ പറഞ്ഞ വിശ്വസിച്ചു ഞാൻ. അപ്പം ഞാൻ വിചാരിച്ചു ഇതായിട്ടില്ലാന്ന്. സംഭവമായി. അയ്യോ, വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഒയ്യോ, ഇത് ശരിക്കും രാവിലെ ഒക്കെ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അല്ലെങ്കിൽ അതെ, നമ്മൾ രാത്രിയല്ലേ ഉണ്ടാക്കുന്നത്, രാവിലെ ഉണ്ടാക്കണം. എന്താ വ്യത്യാസം? അത് തന്നെ, ടൊമാറ്റോ ഫ്ലേവർ ഒന്നുമില്ല ഇതിനകത്ത്. പക്ഷെങ്കിൽ ശരിക്കും സാധാ ഉരുളക്കിഴങ്ങ് മരിച്ചത്. എടാ തീ കുറക്ക്. ഒരു കുറക്കട്ടെ. ഓ കയ്യെല്ലാം പൊള്ളുന്നല്ലോ കുറച്ച്. അറിയാം. അത് ഓഫായോ? ഇല്ല. നമ്മൾ അടുത്ത ബാച്ച് ഇടാൻ പോവാണ്. നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ ഇവിടെ നിന്ന് എണീറ്റിട്ടിടാം. അതാ നല്ലത്. നമ്മൾ വെറുതെ റിസ്ക് എടുക്കുന്ന കാര്യം. ഗൈസ്, അപ്പം ലാസ്റ്റ് ബാച്ച് ഫ്രഞ്ച് ഫ്രൈസ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എടുക്കാം. ഇത് നല്ലോണം സൂക്ഷിക്കുക. ഒരു ചെറിയ ബാലൻസിന് മേലെയാണ് നിൽക്കുന്നത്, അതുകൊണ്ടാണ്. ഒന്നും പറ്റിയില്ല, ആരും പഠിക്കണ്ട. എനിക്കൊന്നും പറ്റിയില്ല. അവിടെ ഇത്ര കഷ്ടപ്പെട്ട് ഊറ്റാൻ നിൽക്കണം. എന്നാൽ പിന്നെ ഇത് കൊളായിട്ടുണ്ട് ഗൈസ്. ഇത് ആരും തിന്നുന്നു എനിക്ക് തോന്നുന്നില്ല. ഇവർ പറഞ്ഞിട്ട് ഞാൻ ചെയ്തതാണ്. ഇത് പോരെ? മതി. ഇത് ഇത്രയാണ്. ഇത്രയല്ലേ അത് ഗൈസ്. നമ്മൾ ഓരോ കഷ്ടപ്പാടുകളുടെ അവസാനം നമ്മളെങ്ങനെയൊക്കെയോ ചീസ് ഉരുക്കിയിട്ടുണ്ട്. ടൊമാറ്റോ സോസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. എനിക്ക് വലിയ ഇഷ്ടമല്ല ടൊമാറ്റോ സോസ്, അതുകൊണ്ട് ഞാൻ കുറച്ചേ ആഡ് ചെയ്യുള്ളൂ ഗൈസ്. അപ്പോൾ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ടൊരു സാധനം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. കുറച്ച് ടൊമാറ്റോ സോസ് കുത്തട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. നീവന്മാർക്കും കൂടെ കൊടുക്കണം ഗൈസ്. അപ്പോൾ ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.